ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 4-ാം ദിവസം പ്രളയം. ഉൽപ്പത്തി പുസ്തകത്തിലെ 7, 8, 9 അധ്യായങ്ങളും 1-ാം സങ്കീർത്തനവുമാണ് ഇന്ന് നമ്മൾ വായിക്കുക. മഹാപ്രളയത്തിലൂടെ മനുഷ്യകുലത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചുമാറ്റി നോഹയിലൂടെ പുതിയ ജനതയെ ഉത്ഭവിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ബലഹീനതകൾക്ക് നടുവിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളാകാൻ ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധി പാലിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള സന്ദേശം ഈ 4-ാം ദിവസത്തെ തിരുവചനം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം. പെട്ടകപ്രവേശം. കർത്താവ് നോഹയോട് അരുൾ ചെയ്തു, നീയും നിൻ്റെ കുടുംബം മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കുക. കാരണം ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 ജോഡി വീതവും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡി വീതവും നീ എടുക്കണം. അതുപോലെ ആകാശത്തിലെ പക്ഷികളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡി വീതവും. ഇത് ഭൂമുഖത്താകെ അവയുടെ വംശപരമ്പര നിലനിർത്തേണ്ടതിനാണ്. എന്തെന്നാൽ 7 ദിവസം കൂടി കഴിഞ്ഞാൽ 40 പകലും 40 രാവും ഭൂമിയിൽ ഞാൻ മഴ പെയ്യിക്കും. ഞാൻ ഉരുവാക്കിയ സകല ജീവികളെയും ഞാൻ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയമുണ്ടായത്. നോഹയും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരും അവൻ്റെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയത്തിന് മുമ്പേ പെട്ടകത്തിലേക്ക് വന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്തവയിൽ നിന്നും പക്ഷികളിൽ നിന്നും നിലത്തിഴയുന്ന സകലതിൽ നിന്നും നോഹയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ 2 വീതം ആണും പെണ്ണുമായി നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു. 7-ാം ദിവസം ഭൂമിയിൽ ജലപ്രളയമുണ്ടായി. നോഹയുടെ ജീവിതത്തിൻ്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം, അതേ ദിവസം അത്യഗാധത്തിൻ്റെ ഉറവകളെല്ലാം പൊട്ടിയൊഴുകി. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടു. 40 പകലും 40 രാവും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. ഈ ദിനം തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും നോഹയുടെ ഭാര്യ, അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാർ എന്നിവരും അവനോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിച്ചു. അവരും ഇനമനുസരിച്ച് എല്ലാ ജീവികളും, എല്ലാ കന്നുകാലികളും, ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകങ്ങളും, എല്ലാ പക്ഷികളും, പറവകളും, ജീവശ്വാസമുള്ള എല്ലാ ശരീരികളിൽ നിന്നും 2 വീതം നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു. അവനോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ സകല ശരീരികളിൽ നിന്നും ആണും പെണ്ണുമായി വന്നവയെല്ലാം അകത്ത് കടന്നു. അവനെ അകത്താക്കി കർത്താവ് വാതിലടച്ചു. ജലപ്രളയം. ഭൂമിയുടെ മേൽ 40 ദിവസത്തേക്ക് ജലപ്രളയമുണ്ടായി. ജലം പെരുകി പെട്ടകത്തെ ഉയർത്തി. അത് ഭൂമിക്ക് മുകളിൽ ഉയർന്നു പൊങ്ങി. ജലം പ്രബലപ്പെടുകയും ഭൂമിയിലേറെ പെരുകുകയും ചെയ്തു. പെട്ടകം ജലമുഖത്ത് ചരിച്ചു. ജലം ഭൂമിക്ക് മേൽ അത്യധികം പ്രബലപ്പെട്ടു. ആകാശം മുഴുവൻ്റെയും കീഴെയുള്ള എല്ലാ ഉന്നത പർവ്വതങ്ങളെയും മൂടപ്പെട്ടു. പർവ്വതങ്ങൾ മൂടപ്പെടുമാറ് ജലം അവയ്ക്കു മുകളിൽ 15 മുഴം ഉയർന്നു നിന്നു. പക്ഷികളിലും കന്നുകാലികളിലും വന്യമൃഗങ്ങളിലും ഭൂമിയിൽ നിറഞ്ഞിരുന്ന എല്ലാ ജന്തുക്കളിലും പെട്ട എല്ലാ ഭൂചര ശരീരികളും
ചത്തൊടുങ്ങി. ഒപ്പം എല്ലാ മനുഷ്യരും. കരയിലുള്ളവയിൽ ജീവചൈതന്യ ശ്വാസം നാസാരന്ധ്രങ്ങളിലുള്ളവയെല്ലാം ചത്തു. മനുഷ്യൻ മുതൽ മൃഗം വരെ, ഇഴജന്തു മുതൽ ആകാശപ്പറവ് വരെ, ഭൂമുഖത്തെ സകല ജീവികളെയും അവിടുന്ന് തുടച്ചുമാറ്റി. അവ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടപ്പോൾ നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. 150 ദിവസം വെള്ളപ്പൊക്കം ഭൂമിക്ക് മേൽ പ്രബലപ്പെട്ടു നിന്നു. അധ്യായം 8. ജലപ്രളയം ശമിക്കുന്നു. നോഹയെയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ഭൂമിക്ക് മേൽ കാറ്റുവീശാൻ ദൈവം ഇടയാക്കി. ജലമടങ്ങി, ആഴത്തിൻ്റെ ഉറവകളും ആകാശത്തിൻ്റെ ജാലകങ്ങളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴ നിലച്ചു. ഭൂമിയിൽ നിന്ന് ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ ജലം കുറഞ്ഞു. 7-ാം മാസത്തിൻ്റെ 17-ാം ദിവസം പെട്ടകം ആറാറത്ത് പർവ്വതനിരയിൽ ഉറച്ചു. 10 മാസത്തേക്ക് ജലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 10-ാം മാസത്തിൻ്റെ 1-ാം ദിവസം പർവ്വത ശൃംഗങ്ങൾ കണ്ടു തുടങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിന് താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് മലങ്കാക്കയെ പുറത്തേക്ക് അയച്ചു. അത് ഭൂമിയിൽ ജലം വറ്റുവോളം പോയും വന്നും കൊണ്ടിരുന്നു. ഭൂതലത്തിൽ ജലത്തിൻ്റെ ശക്തി കുറഞ്ഞോ എന്ന് കാണാൻ അവൻ പിന്നീട് തൻ്റെ അടുത്തു നിന്ന് പ്രാവിനെ പുറത്തേക്ക് അയച്ചു. ഭൂമുഖത്തെല്ലാം ജലമായതിനാൽ കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് അവൻ്റെ നേർക്ക് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് പെട്ടകത്തിലേക്ക് പ്രവേശിപ്പിച്ചു. 7 ദിവസം കൂടി കാത്തിരുന്നിട്ട് അവൻ പ്രാവിനെ വീണ്ടും പെട്ടകത്തിന് പുറത്തേക്ക് അയച്ചു. വൈകുന്നേരമായപ്പോൾ പ്രാവ് അവൻ്റെ അടുക്കിലേക്ക് വന്നു. ഇതാ അതിൻ്റെ ചുണ്ടിൽ ഇപ്പോൾ കൊത്തിയെടുത്ത ഒരു ഒലിവില. അങ്ങനെ ഭൂതലത്തിൽ ജലത്തിൻ്റെ ശക്തി കുറഞ്ഞെന്ന് നോഹ അറിഞ്ഞു. 7 ദിവസം കൂടി കാത്തിരുന്നതിന് ശേഷം അവൻ പ്രാവിനെ വീണ്ടും പുറത്തേക്ക് അയച്ചു. അത് പിന്നീടൊരിക്കലും അവൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നില്ല. 601-ാം വർഷം 1-ാം മാസത്തിൻ്റെ ആരംഭത്തിൽ ഭൂമിക്ക് മീതെയുള്ള ജലം വറ്റിത്തീർന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽക്കൂര നീക്കി. അപ്പോൾ അവൻ കണ്ടു, ഇതാ ഭൂമുഖം ഉണങ്ങിയിരിക്കുന്നു. 2-ാം മാസത്തിൻ്റെ 27-ാം ദിവസമാണ് ഭൂമി ഉണങ്ങിയത്. ദൈവം നോഹയോട് ഇപ്രകാരം പറഞ്ഞു, പെട്ടകത്തിൽ നിന്ന് പുറത്തു വരിക. നീയും നിന്നോടൊപ്പം നിൻ്റെ ഭാര്യയും നിൻ്റെ പുത്രന്മാരും നിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരും പക്ഷികളിലും മൃഗങ്ങളിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകങ്ങളിലും കന്നുകാലികളിലുമായി എല്ലാ ശരീരികളിൽ നിന്ന് നിന്നോടൊപ്പമുള്ള എല്ലാ ജന്തുക്കളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ തിങ്ങി നിറയട്ടെ, ഭൂതലത്തിൽ അവ പെറ്റുപെരുകട്ടെ. നോഹ തൻ്റെ പുത്രന്മാരോടും തൻ്റെ ഭാര്യയോടും തൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരോടും ഒത്ത് പുറത്തു വന്നു. എല്ലാ ജീവികളും എല്ലാ ഇഴജന്തുക്കളും എല്ലാ പക്ഷികളും ഭൂതലത്തിൽ ചലിക്കുന്നവയൊക്കെയും അവയുടെ വർഗമനുസരിച്ച് പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. നോഹ ബലിയർപ്പിക്കുന്നു. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിലും നിന്ന് അവൻ ബലിപീഠത്തിൽ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. സുരഭില പരിമളം ആസ്വദിച്ചപ്പോൾ കർത്താവ് ഹൃദയത്തിൽ പറഞ്ഞു, ഇനി ഒരിക്കലും മനുഷ്യനെ പ്രതി മണ്ണിനെ ഞാൻ ശപിക്കുകയില്ല. കാരണം ചെറുപ്പം മുതൽ മനുഷ്യൻ്റെ ഹൃദയഭാവന ദുഷിച്ചതാണ്. ഞാൻ ചെയ്തതുപോലെ ഇനി ഒരിക്കലും ജീവജാലമൊന്നടക്കം ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും തണുപ്പും ചൂടും വേനലും വർഷവും പകലും രാവും നിലയ്ക്കുകയില്ല. അധ്യായം 9. നോഹയുമായി ഉടമ്പടി. നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവിൻ. നിങ്ങളെക്കുറിച്ചുള്ള ഭയവും നിങ്ങളെക്കുറിച്ചുള്ള നടുക്കവും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെയും ആകാശത്തിലെ എല്ലാ പക്ഷികളുടെയും മേലും മണ്ണിലെ എല്ലാ ഇഴജന്തുക്കളിലും സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളിലും ഉണ്ടായിരിക്കും. അവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ചരിക്കുന്ന ഓരോ ജീവിയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഹരിത സസ്യങ്ങൾ പോലെ തന്നെ ഇവയെല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ മാംസം അതിൻ്റെ ജീവനോടുകൂടെ രക്തത്തോടുകൂടെ നിങ്ങൾ ഭക്ഷിക്കരുത്. തീർച്ചയായും നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങളുടെ രക്തം ഞാൻ ആവശ്യപ്പെടും. ഓരോ ജീവിയുടെയും കയ്യിൽ നിന്ന്
അത് ഞാൻ ആവശ്യപ്പെടും. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്, അവൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യജീവൻ ഞാൻ ആവശ്യപ്പെടും. മനുഷ്യൻ്റെ രക്തം ചിന്തുന്നവൻ്റെ രക്തം മനുഷ്യനാൽ ചിന്തപ്പെടും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഛായയിലാണല്ലോ അവിടുന്ന് അവനെ മെനഞ്ഞത്. നിങ്ങൾ പെറ്റുപെരുകുവിൻ, ഭൂമിയിൽ നിറയുവിൻ, അവളിൽ നിങ്ങൾ പെരുകുവിൻ. നോഹയോടും അവനോടുകൂടി ഉണ്ടായിരുന്ന പുത്രന്മാരോടും ദൈവം ഇപ്രകാരം അരുൾ ചെയ്തു: ഞാനിതാ നിങ്ങളുമായും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികളുമായും എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നവ തുടങ്ങി ഭൂമിയിലെ സകല ജന്തുക്കളുമായും നിങ്ങളോടൊത്തുള്ള സകല ജീവജാലവുമായും പക്ഷിജാലത്തിലും മൃഗഗണത്തിലും സകല ഭൗമജീവിയിലും നിങ്ങളോട് കൂടെയുള്ളവയുമായും നിങ്ങളുമായും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇനി ഒരിക്കലും ജലപ്രളയത്താൽ ശരീരികളാകമാനം നശിക്കപ്പെടുകയില്ല. ഭൂമിയെ നശിപ്പിക്കും വിധം ഇനിയൊരു പ്രളയമുണ്ടാവുകയില്ല. അനന്തരം ദൈവം പറഞ്ഞു: ഞാനും നിങ്ങളും തമ്മിലും നിങ്ങളോടൊപ്പമുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിലും തലമുറകളോളം ശാശ്വതമായി ഞാൻ ഉറപ്പിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഞാൻ മേഘത്തിൽ എൻ്റെ വില്ല് വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. ഞാൻ ഭൂമി മേഘാവൃതമാക്കുകയും വില്ല് മേഘത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുമായും സകല ശരീരിയിലും പെട്ട ഓരോ ജീവജാലവുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ അനുസ്മരിക്കും. ശരീരികളെ ഒന്നാകെ നശിപ്പിക്കും വിധം ഇനിയൊരിക്കലും ജലം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവവും ഭൂമിയിലെ സകല ശരീരിയിലും പെട്ട ഓരോ ജീവജാലവും തമ്മിലുള്ള ശാശ്വതമായ ഉടമ്പടി ഓർമ്മിക്കാൻ വേണ്ടി ഞാനത് നോക്കിക്കാണും. ദൈവം നോഹയോട് അരുൾ ചെയ്തു: ഇത് ഞാനും ഭൂമിയിലെ ഓരോ ശരീരിയും തമ്മിൽ ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും. നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്നിവരാണ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ. ഹാമാണ് കാനാനിൻ്റെ പിതാവ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവരെ കൊണ്ടാണ് ഭൂമി മുഴുവൻ നിറഞ്ഞത്. കർഷകവൃത്തി ആരംഭിച്ച് നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി അവൻ തൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ വിവസ്ത്രനായി കിടന്നു. കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നത കാണുകയും പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫത്തും മേൽവസ്ത്രമെടുത്ത് തങ്ങളിൽ ഇരുവരുടെയും തോളിലിട്ട് പിറകോട്ട് നടന്നു ചെന്ന് സ്വപിതാവിൻ്റെ നഗ്നത മറച്ചു. മുഖം പിറകോട്ട് തിരിച്ചിരുന്നതിനാൽ തങ്ങളുടെ പിതാവിൻ്റെ നഗ്നത അവർ കണ്ടില്ല. ലഹരി വിട്ട് ഉണർന്ന നോഹ തൻ്റെ ഇളയ മകൻ തന്നോട് ചെയ്തത് എന്തെന്ന് അറിഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു: കാനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരങ്ങൾക്ക് അടിമകളുടെ അടിമയാകും. തുടർന്നവൻ പറഞ്ഞു: ഷേമിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, കാനാൻ അവന് അടിമയാകട്ടെ. ദൈവം യാഫത്തിനെ വിപുലമാക്കട്ടെ. അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ പാർക്കട്ടെ. കാനാൻ അവരുടെ അടിമയാകട്ടെ. പ്രളയത്തിന് ശേഷം നോഹ 350 വർഷം ജീവിച്ചു. നോഹയുടെ ആകെ ജീവിതായുസ് 950 വർഷമായിരുന്നു. അവൻ മരിച്ചു. 1 സങ്കീർത്തനം. നീതിമാൻ്റെയും ദുഷ്ടൻ്റെയും വഴികൾ. ഭാഗ്യവാനാത്ര ഇവൻ, ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കാത്തവനും പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനും പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കാത്തവനും. കർത്താവിൻ്റെ നിയമത്തിലത്രേ അവൻ്റെ ആനന്ദം. പകലിരവുകൾ അവൻ അവിടുത്തെ നിയമം ധ്യാനിക്കുന്നു. നീർച്ചാലുകൾക്കരികെ നട്ട വൃക്ഷം പോലെയാണവൻ. അത് യഥാകാലം ഫലം തരുന്നു. അതിൻ്റെ ഇല കൊഴിയുന്നില്ല. ചെയ്യുന്നതെല്ലാം അവൻ വിജയത്തിലെത്തിക്കും. അപ്രകാരമല്ല ദുഷ്ടർ. അവർ കാറ്റു പറത്തുന്ന പതിര് പോലെയത്രേ. ആകയാൽ ദുഷ്ടർ ന്യായവിധിയിൽ എഴുന്നേൽക്കില്ല, പാപികൾ നീതിമാന്മാരുടെ സമൂഹത്തിലും. എന്തെന്നാൽ നീതിമാന്മാരുടെ മാർഗം കർത്താവ് അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നശിക്കും.